ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ ജോയി കുമളിയാണ്. കഴിഞ്ഞ 79 വർഷം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ച നമ്മൾ ഈ 79ാമത്തെ വർഷവും നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, 79 വർഷത്തിലേക്ക് നമ്മളായിരിക്കുമ്പോൾ, ഇന്ത്യ ഒരു മതേതര രാജ്യമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തെ അടിമകളാക്കി വയ്ക്കുവാൻ, ഏകാധിപതിയെ പോലെ ഭരിച്ച് ഭരണം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന RSSന്റെ ചില അജണ്ടകളെ നടപ്പാക്കേണ്ടതിന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ഒന്നടങ്കം ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റ്? അക്ഷരമില്ലാത്തവനെ, അക്ഷരമറിയാത്തവനെ അക്ഷരം പഠിപ്പിച്ചതോ? തെരുവിൽ കടന്നവനെ ചേർത്ത് പിടിച്ചതോ? ആതുര സേവനങ്ങളിലൂടെ അനേകരെ കൈത്താങ്ങൽ കൊടുത്തതോ? ദാരിദ്ര്യത്തിൽ കടന്നവൻ ആഹാരം കൊടുത്തതോ? കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിച്ചതോ? മദ്യപാനികളെ അതിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവന്ന് ആ മദ്യപാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചതോ? ആരുമില്ലാത്തവർക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആതുര സേവനങ്ങൾ നടത്തിയതോ? എന്താണ് ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റ്? ഭാരതത്തിനകത്ത് വിദ്യാസമ്പന്നരാക്കി ജനത്തെ മാറ്റിയത്. എന്നെ കേൾക്കുന്ന മത അല്ലെങ്കിൽ വർണ്ണത്തിലുള്ളവർ ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം ഭാരതത്തെക്കുറിച്ച്. നിങ്ങൾ അറിയണം ഭാരതത്തിന്റെ അഖണ്ഡത എങ്ങനെയാണ് കാത്തു സൂക്ഷിച്ചതെന്ന്. ഈ ഭാരതം ചില ആളുകളുടെ കാൽക്കീഴിൽ വെച്ച് കൊടുക്കുവാനുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടന എഴുതി ചേർത്തത് ഓരോ പൗരനും അവൻ്റെതായ മൗലിക അവകാശങ്ങളും അവൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന അനുശാസിക്കുമ്പോൾ, ഭരണഘടന അംഗീകരിക്കുമ്പോൾ, ആ ഭരണഘടനയിലെ യാതൊരു അംഗീകാരങ്ങളും വകവയ്ക്കാതെ വണ്ണം ഈ രാജ്യത്ത് കുത്തഴിഞ്ഞ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുവാൻ, ചില വ്യക്തികളെ അജണ്ടകളെ നടപ്പാക്കാൻ വേണ്ടി ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ മുൻപോട്ട് പോകുന്ന ഈ കാപാലികമായ ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ ആഗസ്റ്റ് 15 ദിവസം, ഈ ആഗസ്റ്റ് 15 ഞാൻ പ്രതികരിക്കുകയാണ്. ഇതിനകത്ത് ഒത്തിരി കമന്റുകൾ വരാം, അതെന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഞാനിന്ന് രാത്രി ഈ സമയത്ത് ഞാൻ ഈ കാര്യങ്ങളെ പറയുമ്പോൾ, ഇത് പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷീറ്റിന് 5 രൂപ കൂട്ടിയാൽ ഒരു MP തരാമെന്ന് പറഞ്ഞ പുരോഹിതന്മാരുള്ള കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ചെമ്പ് കിരീടം കൊണ്ടുവച്ച് അത് സ്വർണമാണെന്ന് പറഞ്ഞ് അതിനെ വിശ്വസിച്ചുകൊണ്ട് അതിനെ കരയേറ്റിക്കൊണ്ട് നടന്ന ആളുകളുള്ള നാട്ടിൽ, അല്ലെങ്കിൽ വീടുകളിൽ കേക്കുമായി വന്ന് ആ കേക്ക് മേടിച്ചു തിന്ന് അവരുടെ കൂടെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, അത് മാത്രമല്ല ചില ചാനൽ ചർച്ചകളിൽ, അന്ത്യചർച്ചകളിൽ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ചില കരിമ്പ് കാലായിൽ കിടക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ, ഞാനിന്ന് രാത്രി വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു, നാം ആരുടെ അടിമകളല്ല എന്ന് നമ്മൾ അറിയണം. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും മതത്തിൽ വിശ്വസിപ്പാൻ, അവനവന്റെ മതത്തിൽ വിശ്വസിപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ അറിയപ്പെടുന്നത്, അവൻ അറിയാൻ അവന് പക്വതയായാൽ, 20 വയസ്സ് കഴിഞ്ഞാൽ, 18 വയസ്സ് കഴിഞ്ഞാൽ അവന് ഏത് മതം സ്വീകരിക്കണമെന്നുള്ളത്, ഏത് മതത്തിൽ ആരാധിക്കണമെന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ദൈവത്തെ ആരാധിക്കാൻ തടസ്സങ്ങൾ, ചിലർക്ക് ചില ആഹാരം കഴിക്കാൻ നിബന്ധനകൾ. ഈ ഭാരതം അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ ഭാരതം ആരുടെയും തറവാട്ട് സ്വത്തായിരുന്നില്ലല്ലോ. ഈ ഭാരതം ഈ ഇന്ത്യയിലെ ഓരോ ജനതയുടെയുമാണ്. ഈ ഭാരതത്തിനകത്ത് ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുമ്പോ, ആ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോ, ക്രിസ്തീയ സമൂഹം ഒന്നടങ്കം എഴുന്നേറ്റ് അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ്? ചില കാര്യങ്ങൾക്ക്, നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചില ആളുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ഭാരതത്തിന്റെ ധർമ്മങ്ങളെ അടിത്തറ വെപ്പിക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം ഓടുകയാണ്. എന്നെ കേൾക്കുന്ന വൈദികരായിരിക്കുന്നവർ,
എന്നെ കേൾക്കുന്ന സന്യാസി സമൂഹങ്ങൾ, എന്നെ കേൾക്കുന്ന പുരോഹിതന്മാരായിരിക്കുന്നവർ, എന്നെ കേൾക്കുന്ന സുവിശേഷകരായിരിക്കുന്ന ആളുകൾ, എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ ഉണരേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഒരുമിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ചിതറി നിൽക്കേണ്ടവരല്ല, നമ്മൾ ഒരുമിച്ച് കരം കോർക്കേണ്ടവരാണ്. ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണല്ലോ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തപ്പോ സുവിശേഷകന്മാരായ ദൈവദാസന്മാർ അടക്കമുള്ള തെരുവിലിറങ്ങി അവരെ ശക്തമായി എതിർത്തു, പ്രതികരിച്ചു. എന്നാൽ 500-ലധികം ദൈവദാസന്മാർ വടക്കേണ്ട പ്രദേശങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ ജയിലിൽ കിടക്കുകയാണ്. അവര് ജയിലിൽ കിടന്നപ്പോ ഇതിനു ശേഷം ഈ സിസ്റ്റേഴ്സിന്റെ ജാമ്യം കിട്ടിയതിനു ശേഷം ദൈവദാസന്മാരെ അകത്തിട്ടിട്ടുണ്ട്, ജയിലിലാക്കിയിട്ടുണ്ട്. എന്തേ പ്രതികരിക്കാത്തത്? ഒരുമിച്ച് പ്രതികരിക്കണ്ടേ? നാം ക്രിസ്തുവിന്റെ സാക്ഷികളല്ലേ? നാം ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ? അത് പല സമൂഹങ്ങളായിട്ടായിരിക്കാം, പല തരത്തിലായിരിക്കാം. എന്നാൽ നമുക്കൊരു അവകാശമുണ്ട്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അന്ത്യകാലത്ത് നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ അപമാനിക്കും, നിങ്ങളെ തള്ളിക്കളയും, നിങ്ങളെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ തന്നെ അധികാരം എന്ന് പറയുന്നത് 2, 3 അല്ല, 5, 6 പേരുടെ കരങ്ങളിലല്ല. അധികാരം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അപ്പോൾ തന്നെ ഈ ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഏറ്റുകൊണ്ട് മുൻപോട്ട് വന്ന അധികാരികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കോടതികൾക്ക് വിലയില്ല, വില കൽപ്പിക്കുന്നില്ല. അധികാരികൾ, ഭരണത്തിലിരിക്കുന്നവർ ഇലക്ഷൻ കമ്മീഷനെ അംഗീകരിക്കുന്നില്ല, അവരതിന് കൂട്ടുനിൽക്കുകയാ. വിശുദ്ധ വേദപുസ്തകത്തിൽ മീഖാ പ്രവാചകന്റെ പുസ്തകമുണ്ട്. അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യായാധിപൻ കൈക്കൂലി മേടിച്ച് ന്യായം വിധിക്കുന്നു, മഹാന്തന്റെ മനസ്സിലെ ദുരാഹാരങ്ങളെ പ്രസ്താവിക്കുന്നു, അങ്ങനെ അവർ പിരിമുറുക്കുന്നു. അവൻ ഉത്തമൻ മുൾപ്പടർപ്പ് പോലെയും നേരുള്ളവൻ മുൾവേലിയേക്കാളും അല്ലാത്തവനായിരിക്കുന്നു വചനം പറയുന്നു. ഏത് കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്? ശ്രദ്ധിച്ചേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ത്യയുടെ പരമോന്നത കോടതികൾ, പരമോന്നത അധികാര സ്ഥാനങ്ങൾ, അതെല്ലാം അതിനെ അംഗീകരിക്കാതെ പോകുന്ന ഒരു ഭരണകർത്താക്കളായി ഈ ഭാരതം മാറി. നമ്മൾ ഒരുമിച്ച് ഉണരണം. ഇന്നും ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടു കാണും വാർത്തകൾ, വാർത്താ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ അവരെ അജണ്ടകൾ നടപ്പാക്കുകയാണ്. ആ അജണ്ടകൾ നടപ്പാക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അവര് പലരെയും ഉപദ്രവിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലെ വിവിധ ഡിനോമിനേഷൻ ആയിരിക്കാം, വിവിധ സഭാ ആരാധനകളായിരിക്കാം. പക്ഷെ ഞാനിത് രാത്രി ഓർപ്പിക്കുന്നു, ഈ സമയത്ത് ഓർപ്പിക്കുന്നു, എന്റെ പ്രിയമുള്ളവരെ, ഉണരുക, ഉണർന്നേ മതിയാകൂ. ഇത് അവരുടെ അജണ്ടയാണ്. ഈ അജണ്ടകളെ അവർ നടപ്പാക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഈ ലൈവ് എടുക്കുമ്പോൾ ഞാൻ വ്യക്തമായി പറയുകയാണ്, ഇത് അധിക നാൾ മുൻപോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്റെ പ്രതിപക്ഷ നേതാവ് അതിന്റെ എല്ലാ പേപ്പറുകളും എടുത്ത് തെളിവ് സഹിതം നിരത്തുമ്പോ കേരളത്തിന്റെ ഇലക്ഷൻ നടന്ന ചില സ്ഥലങ്ങൾ, അട്ടിമറി നടന്ന സ്ഥലങ്ങളില് അവിടെ ഇലക്ഷൻ എന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഇടത് വലത് നേതാക്കന്മാർ അതിന്റെ തെളിവുകൾ കൊണ്ടുവരുമ്പോ പ്രമുഖനായ മറ്റൊരു നേതാവ് പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് തൂങ്ങിച്ചെത്തുകൂടെ എന്ന് ചോദിക്കുന്ന വിഷയം നമ്മൾ കണ്ടു. ഇവിടുത്തെ BJPയും വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗദൾ അടക്കമുള്ള ആളുകൾ അവരെ അജണ്ടകൾ നടപ്പാക്കുമ്പോ, ഞങ്ങൾ ഭാരതത്തിൽ ജനിച്ചു വളർന്നവരാണ്, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, ആ പൗരത്വം ഞങ്ങൾക്കുമുള്ളതാണ്. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ മറ്റു സ്ഥലത്തേക്ക് പൊക്കോ. എവിടെ പോകാൻ? ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന, ഈ രാജ്യത്തിന്റെ മക്കളായി ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾക്ക് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോ ആരാധന തടസ്സപ്പെടുത്തുന്ന ആർക്കും അധികാരമില്ലെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. അവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസൽമാന്റെയും അല്ലെ പാഴ്സിയുടെയും യഹൂദൻ എല്ലാവരുടെയും രാജ്യമാണ്, സിഖിന്റെ ഒക്കെ രാജ്യമാണ്. അവരെല്ലാം ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ പാർത്തൊരിടമാണ്.
ഇന്ന് അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ജാതിവെറിയന്മാരായി, ജാതി കോമരങ്ങളായിട്ട് അവരുടെ വെറിപൂണ്ട രാഷ്ട്രീയത്തിന് വേണ്ടി മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുമ്പോ, തമ്മിൽ തല്ലുമ്പോ, അവരെ കാരണം കൂടാതെ ഉപദ്രവിക്കുമ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാരത മണ്ണിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പക്ഷേ അതിനെ അധിക നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല എന്നുകൂടെ നമ്മൾ അറിയുവാൻ തയ്യാറാകണം. ഒരു രാജാവും ഒരു ഏകാധിപതിയും അവന്റെ ഭരണം ദീർഘനാളും കൊണ്ടുപോയിട്ടില്ല. ഒരേകാധിപത്യ ഭരണങ്ങളും നിലനിന്നിട്ടില്ല എന്നുകൂടെ അറിയുന്നത് നല്ലതായിരിക്കും ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുരോഹിതന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ സന്യാസി സമൂഹത്തിലായിരിക്കുന്ന, സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു ഏകീകരണത്തിനായി ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തെ രക്ഷിക്കേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടത്, ഇടിവ് നിൽക്കേണ്ടത് നമ്മുടെ കൂടെ ബാധ്യതയാണ് എന്ന് നമ്മൾ അറിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വല്ലതും ചാനൽ ചർച്ചയിൽ നിന്ന് പറയുന്ന വാക്കുകൾ കേട്ടാൽ എന്താണ് ഇവരെന്ന് പറയുന്നത് തോന്നിപ്പോ. അവര് പറയുന്നൊക്കെ ഞാൻ പറയുന്നത് അല്പം നന്മയ്ക്ക് വേണ്ടി, അല്പം കാര്യങ്ങൾ പറയുമ്പോ ആ കാര്യങ്ങൾ കിട്ടേണ്ടതിന് വേണ്ടി ഈ പറയപ്പെട്ട മേലാളന്മാരെ അടുക്കച്ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥകളെ മാറേണ്ട സമയം കഴിഞ്ഞു. അത് മാറിയേ പറ്റൂ, അത് മാറണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി എത്ര സംസ്ഥാനങ്ങളിലാണ് വോട്ടുകൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. നാം ഒക്കെ ചെയ്ത വോട്ട് എവിടെ പോയി നമുക്കറിയാൻ പറ്റുമോ? മരിച്ചവരൊക്കെ വന്ന് വോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. ജീവിച്ചിരുന്നവർ മരിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് ഇതിനെ പ്രതികരിക്കുമ്പോ ക്രിസ്തീയ സമൂഹം കൂടെ, നമ്മുടെ സമൂഹം കൂടെ എഴുന്നേൽക്കണം. നമ്മൾ ഒരുമിച്ച് അതിനുവേണ്ടി നിലനിൽക്കണം. അവിടെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളല്ല, ഒരേ മനസ്സോടെ ക്രിസ്ത്യാനിറ്റി, ദൈവത്തെ ഉയർത്തിപ്പിടിക്കാൻ, സുവിശേഷത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. പറയാൻ കാരണം, തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെ ചേർത്ത് പിടിച്ച ഒത്തിരി സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. കുഷ്ഠരോഗികളെ പരിപാലിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത ഗ്രഹാം സെയിൽസിനെയും മക്കളെയും ചുട്ടുകൊന്നു. അവരെയും അധികാര സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുക. ഈ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി നിരവധി സത്യാഗ്രഹങ്ങൾ നടത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നു. അവരും അധികാര സ്ഥാനത്താണ്. എങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ പോക്കെന്നറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഇതൊന്നും നിലനിൽക്കുന്ന രാജ്യമല്ല, ഇതൊന്നും മുൻപോട്ട് പോകുന്നതല്ല. ഇതൊക്കെ താൽക്കാലികമായ അധികാരങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോ 5 or 6 പേരാണ് ഇന്ത്യയുടെ ഭരണകർത്താക്കൾ, അവരുടെ കയ്യിലാണ്. 3 or 4 പേര് വിൽക്കാൻ നിൽക്കുന്നു, 4 or 5 പേര് മേടിക്കാൻ നിൽക്കുന്നു. സകലതും വിറ്റുമാറുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ശത്രുക്കൾ ഉണ്ടാകാം, അതൊന്നും എന്റെ വിഷയമല്ല. ഞങ്ങൾ സുവിശേഷകന്മാരാണ്. ഞങ്ങൾ ഉപദ്രവിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കാത്തതും തിരിച്ച് ആ കാര്യങ്ങൾ നടത്താത്തതും ഞങ്ങൾക്കാർക്കും കഴിവില്ലാഞ്ഞിട്ടോ ബലമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങളെപ്പോലെ തന്നെ ആരോഗ്യമുള്ളവരാണ്, നിങ്ങളെപ്പോലെ തന്നെ ബലമുള്ളവരാണ്. പക്ഷെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് ക്ഷമിക്കുന്നത് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന കർത്താവ് സകലത്തെ ക്ഷമിച്ചവനായതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കരുത്, ഈ ക്രിസ്ത്യ സമൂഹം മൊത്തം പേടിച്ച് വീട്ടിൽ കയറി മാളത്തിരിക്കുന്നവരെ നിങ്ങൾ ഓർക്കരുത്. നിങ്ങളെക്കാളൊക്കെ അപ്പുറമായിട്ട് യാത്ര ചെയ്ത ആളുകളാണ് ഇന്നിതെല്ലാം വേണ്ടെന്ന് വെച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു, ക്രിസ്ത്യൻ സമൂഹമേ, ഒരുമിക്കണം. സമയം അതിക്രമിച്ചു. നാം ഒരുമിച്ച് എഴുന്നേറ്റാൽ ഈ ഭാരതം സുവിശേഷീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നാം ഒരുമിച്ച് നിന്നാൽ അതിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഓരോ പൗരന്മാരും നമുക്ക് അവകാശങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ ഭരണഘടനയിൽ നമുക്ക് അവകാശപ്പെട്ട മൗലികമായ കാര്യങ്ങളെ നേടുവാനായിട്ട് ഒരുമിക്കാൻ നമ്മൾ തയ്യാറാകണം.
അതായിരിക്കണം നമ്മൾ വരുന്ന ആളുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ഉപവസിക്കണം, ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കണം. ഈ രാജ്യത്തെ ഈ അധർമ്മത്തിൽ നിന്ന്, ഈ അനീതിയിൽ നിന്ന്, ഈ അക്രമത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഒരു മനസ്സോടെ പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ഇവിടെ ചില സമൂഹങ്ങളെ മാത്രമാണ് അവർ ഉപദ്രവിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തെ, മുസ്ലിം സമൂഹത്തെ ഒക്കെ അവർ വളരെയേറെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ അവരുടെ 3 അജണ്ടകളിൽ പറയുന്ന 3-4 കാര്യങ്ങളുണ്ട്. ആരാണ് അവരുടെ ശത്രുക്കൾ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന 3-4 കാര്യങ്ങളാണ്. ഞാനിവിടെ ഇത് ഉദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തെ കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ കുറിച്ച് മാത്രമല്ല, ഒരു സംഘടനയെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ, എല്ലാം ഒരുമിച്ച് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഈ രാജ്യത്ത് ഇവര് നടത്തുന്ന അതിക്രമങ്ങൾക്കും അനീതികൾക്കും കൂട്ടുനിൽക്കാൻ പല ആളുകളുമുണ്ട് കൂടെ. കാരണം ഇഡി എന്ന് പറയുമ്പോൾ പേടിയായി മാറുന്ന സമൂഹത്തിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നാളെ ഇഡി വന്ന് വീട്ടിൽ കയറുമെന്നാ പറയുന്നത്. ഇവിടെ ഒരു അന്വേഷണ സംഘവും അല്ലെങ്കിൽ ഒരു അന്വേഷണത്തെയും ഭയന്നിട്ടല്ല. കാരണം ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങളുടെ കൈകൾ എപ്പോഴും ശുദ്ധമായി മുൻപോട്ട് പോകുന്നതാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് പ്രതികരിക്കുന്നത്, ഞങ്ങൾ ഈ രാജ്യത്ത് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ഓരോ നേതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ആ രാജ്യത്തിന്റെ ഭരണം നന്നായിട്ട് കൊണ്ടുപോകേണ്ടതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വളരെ ദയനീയമായി ഞാൻ പറയട്ടെ, വളരെ സങ്കടത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം അധികാരത്തിലിരിക്കുന്നത് ഈ ഭാരതത്തിലെ ജനത്തിന്റെ വോട്ട് വാങ്ങിച്ചിട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഭാരതത്തിന്റെ വോട്ട് വാങ്ങിക്കാതെ അല്ലെങ്കിൽ ജനത്തിന്റെ വോട്ട് വാങ്ങിക്കാതെ മിഷേന്റെ വോട്ട് വാങ്ങിച്ചിട്ട് കരുതിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതെല്ലാം അവസാനിക്കും, ഇതെല്ലാം തീരും. ഒരു ദിവസം അധികാര കസേര താഴെ ഇറങ്ങി ഒരു സാധാ ഇന്ത്യൻ പൗരനായിട്ട് നിൽക്കേണ്ട ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് ഈ രാജ്യം നന്നായി ഭരിക്കേണ്ടതിന്, നല്ല ഭരണം നടത്തേണ്ടതിന് നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് കൂടെ ഒരു എളിയ പൗരൻ എന്നുള്ള നിലയിൽ എന്റെ ആവശ്യം ഞാൻ ഓർപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് കേരളത്തിലും പല ആളുകൾ പലയിടങ്ങളിലൊക്കെ തലമുക്കി തുടങ്ങിയിട്ടുണ്ട്. സുവിശേഷം പറയിക്കത്തില്ല, വീട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ല, മൈക്ക് ഒച്ച വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, സുവിശേഷകന്മാര് വീട്ടിൽ കയറരുത്, സുവിശേഷന്മാര് വഴിയോടെ സഞ്ചരിക്കരുത്. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, ഇത് നേരെ ക്രിസ്ത്യാനികൾ അങ്ങ് തീരുമാനിച്ചാൽ അവസ്ഥ എന്തായിരിക്കും? സ്നേഹിത സഹോദര, ഞങ്ങൾ ആരെ തെറ്റിലേക്ക് കൊണ്ടുപോകാനല്ല പറയുന്നത്. വഴികൾ എന്തോരം പ്രോഗ്രാം നടക്കുന്നുണ്ട്, എത്ര ഉച്ചത്തിൽ മൈക്ക് വെച്ചുകൊണ്ട് പ്രോഗ്രാം നിങ്ങൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യാനികളെ അടുക്കുമെന്ന് നിങ്ങൾക്ക് ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങളോട് നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് സ്വാതന്ത്ര്യമില്ലാത്ത ക്രിസ്ത്യാനിറ്റിയാണ് ഞങ്ങൾ. ആ ക്രിസ്ത്യാനികൾക്കാണ് സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും ലഭിക്കാത്തത്. അതുകൊണ്ട് ഭാരതം നമ്മുടെ ഒരുമിച്ചാണ്, നമ്മുടെ എല്ലാവരുടെയുമാണ്. ഈ ഭാരതത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് ഞങ്ങൾ. ഈ ഭാരതത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങളാകുന്ന ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഈ ക്രിസ്തീയ സമൂഹത്തെ നിങ്ങളുടെ വേട്ടയാടലുകൾ നിങ്ങൾ നിർത്തണം. ആ വേട്ടയാടപ്പെടുന്നത് എന്നെ കേൾക്കുന്നവരെ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ റബ്ബറിന് വില കൂട്ടാൻ പറയുമ്പോ പള്ളിക്കകത്ത് കയറി തകർക്കാൻ അവർ എഴുന്നേറ്റ് തുടങ്ങി. നിങ്ങൾ കേക്ക് മേടിച്ച് വീട്ടിൽ വെച്ചപ്പോ നമ്മുടെ സഹോദരിമാരെ ഉപദ്രവിപ്പാൻ അവർ തീരുമാനിച്ചു. നിങ്ങൾ കിരീടം മേടിച്ച് തലയിൽ വെച്ചപ്പോ സകല കിരീടങ്ങളെയും താഴെ ഇടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൊണ്ട് ദയവായി ഞാൻ ഓർപ്പിക്കുകയാണ്, ഒരുമിക്കണം, പ്രാർത്ഥിക്കണം, നമ്മൾ ഐക്യതയോടെ നിൽക്കണം, ക്രിസ്ത്യൻ സമൂഹം ഒരുമിച്ച് നിൽക്കണം. അതിനുള്ള സമയമായി. അതുകൊണ്ട് ദയവായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതും, ദൈവം നമ്മളെ സൂക്ഷിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു നല്ല രാജ്യത്ത് ഒരു നല്ല ദേശസ്നേഹത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആഗസ്റ്റ് 15 എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.
ഞാൻ നിങ്ങളുടെ സഹോദരൻ റവറൻ ജോയി കുമളി. ഗോഡ് ബ്ലസ് യു.